ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ ഒരു രസം ഉണ്ടാക്കാം. രസം നമുക്ക് സാധാരണ രസ പൗഡർ വെച്ചാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്കിന്ന് രസ പൗഡർ ഇല്ലാതെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയായിട്ട് ഒരു രസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് വെളുത്തുള്ളി, അതായത് ഇതുപോലെ ഒരുണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും വെളുത്തുള്ളി ഉണ്ട്. ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം. ഇത്രയും നമുക്കൊരു ചെറിയ ജാറിലിടാം. ആദ്യം ഞാനിപ്പം ഒന്ന് ചതച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വന്നിട്ടുണ്ട്. അതായത് അപ്പം തന്നെ എളുപ്പത്തിൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അരയണ്ട, നമുക്കൊന്ന് ചതച്ചാൽ മതി എല്ലാം ചേർത്ത്. ഇനി നമുക്ക് ഈ ജീരകവും കുരുമുളകും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കൈപ്പിടി മല്ലി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചിടുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ 1 കൈപ്പിടി മല്ലി എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. 1 ടീസ്പൂൺ മുളക് പൊടി 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് ഞാൻ. കുറച്ച് കരിവേപ്പില, കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇടുന്നുണ്ട്. ഇത്രയും നമുക്കൊന്ന് ചതച്ചെടുക്കണം. വെള്ളം ഇല്ലാതെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. പേസ്റ്റ് ആക്കരുത്, ചതച്ചെടുക്കുക. വെള്ളം ഒഴിക്കണ്ട. നമുക്ക് എല്ലാം കൂടെ ഒന്ന് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറുതായിട്ട് കരിയായിട്ടേ ഉള്ളൂ കാണുന്നുണ്ട്. ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി. വെള്ളം ഒഴിക്കാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് പൊടിച്ച് ഇങ്ങനെ വരും. നമുക്കിത് ഏത് പാത്രത്തിലാണ് നിങ്ങൾ രസം കുക്ക് ചെയ്യാൻ പോകണം ആ പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഞാൻ ഇപ്പോൾ പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടൊമാറ്റോ കൂടെ നമുക്ക് ആ സെയിം ജാറിൽ തന്നെ 1 ടൊമാറ്റോ അരച്ച് ഇതിൽ ഒഴിച്ചേക്കാം. അത് അരച്ചൊഴിക്കാം. ടൊമാറ്റോ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൂടെ ഒഴിക്കാം. ഇനി എല്ലാം ഒന്ന് വാഷ് ചെയ്ത്, ജാറൊക്കെ വാഷ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നിങ്ങൾ ആവശ്യത്തിന് ഇപ്പോൾ പുളിവെള്ളം ഒഴിക്കുക. ഞാൻ ആ വെള്ളത്തിൽ തന്നെ കുറച്ച് പുളിയിട്ട് അതും കൂടെ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പുളി, ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് കൂടുതൽ തന്നെ ഇടണത്. ഇത് ഒന്ന് കുക്കായിട്ട് നമുക്ക് ഏറ്റവും അവസാനം പിന്നീട് ഇടുന്നുണ്ട്. ഇത് എല്ലാം അരിച്ചാണ് എടുക്കുന്നത്. അപ്പം ഈ മല്ലിയില കൂടെ ഇടാം. എല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ പുളി, ഉപ്പെല്ലാം ഇട്ട് മല്ലിയിലൊക്കെ ഇട്ട് വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ച് ഇനി നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നല്ലപോലെ തിളപ്പിക്കണം. നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രസം നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങണത്. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ, ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ലപോലെ തിളപ്പിക്കാം. നമുക്ക് ഇത് രസം നല്ലപോലെ തിളയ്ക്കണുണ്ട്, കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഓഫ് ചെയ്യണ്ട. കുറച്ചുകൂടെ ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ അതിരിക്കട്ടെ. ഇനി നമുക്കൊന്ന് തുറന്ന് വയ്ക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് വറ്റി കിട്ടട്ടെ. അതുകൊണ്ടാണ്. അടച്ച് വയ്ക്കണമെങ്കിൽ അടച്ച് വയ്ക്കാം, തുറന്ന് വയ്ക്കണമെങ്കിൽ തുറന്ന് വയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. ഹൈ ഫ്ലെയിമിൽ വേണ്ട, വേഗം വറ്റിപ്പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ എസൻസ് ഒക്കെ നല്ലോണം ഇറങ്ങും. നമ്മുടെ രസം നല്ലപോലെ തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്കിനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തിട്ട് ഒന്ന് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി കാണിക്കാം നമുക്ക് അത് അടുത്തുള്ള പ്രോസസ്സ്. ഇനി തണുക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമ്മുടെ രസം ഇവിടെ തണുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇത് ഒന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ്. ഇതുപോലത്തെ ഒരു അരിപ്പയിൽ കൂടെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷെ അരിച്ചെടുക്കുകയാണെങ്കിലാണ് കുറച്ചുകൂടെ നന്നായിരിക്കും, കോതൊക്കെ മാറ്റിയിട്ട്. അപ്പം നമ്മുടെ ടേസ്റ്റിയായ രസം ഞാൻ ഇപ്പം ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങളിത് ചൂടാക്കിയിട്ട് 1 ടൊമാറ്റോ ഇതിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടെടുക്കാം. ഇനി നമുക്ക് താളിച്ചൊഴിക്കുകയാണ്. അല്ലെങ്കിൽ ഇതിൽ തന്നെ അങ്ങനെ താളിച്ചൊഴിച്ചാലും മതിയാകും. അല്ലെങ്കിൽ ടൊമാറ്റോ ഇപ്പം നേരത്തെ നമുക്കത് തിളച്ചിട്ടുണ്ടിരിക്കുമ്പോൾ അതിൽ ടൊമാറ്റോ അവസാനം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായിരിക്കും. ആ ടൊമാറ്റോ പിറക്കി ഇതിലിട്ടാലും മതി. ഞാൻ അങ്ങനെ ഇടാത്തതുകൊണ്ട് ഇപ്പോൾ ലൈറ്റായിട്ട് ചൂടാക്കിയിട്ട് ഇതിൽ തന്നെ 1 ടൊമാറ്റോ കട്ട് ചെയ്ത് ഇടാൻ പോവുകയാണ്. അരിച്ചിട്ട് ഒന്നുകൂടെ തിളപ്പിച്ച് ഈ സ്റ്റെപ്പ് നിങ്ങൾ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ ചുമ്മാ ഇങ്ങനെ ഫ്ലോട്ടായി കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/2 ടൊമാറ്റോ എടുത്ത് 4ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതിയാകും. കുറച്ച് നേരം അടച്ച് വെക്കാം. ഈ സമയം നമുക്ക് കടുക് പൊട്ടിക്കാൻ പാനിൽ ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകിടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില, കുറച്ച് വറ്റൽ മുളകിടാം. എല്ലാം ഒന്നും മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, കൂടുതലിടരുത്, കയ്പ്പുണ്ടാകും. 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും കൂടെ ഒന്ന് ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ചൂടിൽ തന്നെ ഒന്ന് ഫ്രൈ ആയിക്കോളും. ഫ്ലെയിം ഓഫ് ചെയ്തേക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് വെച്ചിരിക്കുന്ന രസത്തിലേക്ക് ഒന്ന് എടുത്ത് ഒഴിക്കാം. ഇനി ഒന്ന് അടച്ചു വയ്ക്കാം കുറച്ച് സമയം. അപ്പം നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രസം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു താളിച്ചിട്ട്. എന്തൊരു മണം! അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. രസ പൗഡർ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ കേരള ട്രഡീഷണൽ രസം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് സ്പൈസി ഇഷ്ടമാണ്.
ഇത് അത് ചിലരാണെങ്കിൽ ലൈറ്റായിരിക്കും, ചിലരുടെ രസം എരിവൊന്നും ഇല്ലാതെ ലൈറ്റായിരിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് എരിവൊക്കെ കൂടുതൽ വേണം, അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ പെപ്പർ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് ഇത്ര വേണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണിന് പകരം 1 ടീസ്പൂൺ പെപ്പർ എടുക്കുക. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയുടെ അളവുകൾ കുറയ്ക്കാം. ചില്ലി പൗഡർ ഞാൻ 1 ടീസ്പൂൺ ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് തട്ടിയെടുത്താലും മതിയാകും. അപ്പോൾ എനിക്ക് ഈ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് ഇത്രയ്ക്കും. അതുപോലെ പുളി ഉപ്പും എല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിടുക. ഞാൻ അരിച്ചെടുത്തിട്ടുള്ളത് എനിക്ക് ഇവിടെ തരികൾ ഇരിക്കണത് ഇവർക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ അരിക്കാതെ തന്നെ വേണമെങ്കിൽ കടുക് അതിൽ പൊട്ടിച്ചൊഴിക്കാം. ഞാൻ ഇത് ടൊമാറ്റോ പിന്നീട് തിളപ്പിച്ചിട്ട് ടൊമാറ്റോ ഇട്ടത് കുറച്ചിങ്ങനെ ഫ്ലോട്ടായി കിടക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഒന്ന് മാറ്റങ്ങൾ നിങ്ങൾ വരുത്താം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.